ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാൻ പറയുന്നത് കോൺസ്റ്റിപ്പേഷനെ പറ്റിയാണ്, മലബന്ധം. ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവുമായിരിക്കും. ഒരുപാട് ഡോക്ടേഴ്സ്, നല്ല നല്ല ഡോക്ടേഴ്സും നമുക്കിങ്ങനെ ഇപ്പം നമ്മൾ തന്നെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒരുപാട് കാണുന്നുണ്ട് ഇതിനെന്താ ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ അവരുടെ അടുത്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അറിയാം. പിന്നെ ഇതുവരെ ആരും പറയാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പറയാല്ലേ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ഒരു ഡേ തുടങ്ങുമ്പോൾ ഫസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോവുമായിരിക്കും അല്ലേ. ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ തനിച്ചാണോ പോകുന്നത്? എപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ടാവും. അതാരാ? നമ്മുടെ മൊബൈൽ ഫോൺ അല്ലേ. ഇതാണ് അവിടുത്തെ വില്ലൻ. ഈ മൊബൈൽ ഫോണും കൊണ്ടാണ് നമ്മൾ അവിടെ പോയിരിക്കുന്നത്. അവിടെ ഇരുന്ന് നമ്മൾ തുടങ്ങുകയാണ്. വാട്സപ്പ്, ഇൻസ്റ്റ, യൂട്യൂബ് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബോഡി വിചാരിക്കുന്നത് എന്താ? ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നത് എന്റർടൈൻമെന്റിനാണെന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു സംഭവം? അങ്ങനെ ഒന്നുണ്ട്. അതായത് അവിടെ എന്റർടൈൻമെന്റാ. പിന്നെ ഓരോ റീൽസ് കണ്ട് അവിടെ ചിരിച്ച് എൻജോയ് ചെയ്ത് ചാറ്റ് ചെയ്ത് വീഡിയോസ് കണ്ട് എല്ലാം അവിടെയാണ്. അപ്പോൾ ഇത് എന്റർടൈൻ ചെയ്യുമ്പോൾ നമ്മളെ ബോഡി എന്റർടൈൻ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ബോഡി മറന്നുപോകും അവിടെ എന്താണ് ചെയ്യേണ്ടത്. ഇവിടെ വന്നിരുന്നത് ഇതിനാണെന്നുള്ളത് ബോഡി മറന്നുപോകും, നമ്മളും മറന്നുപോകും. അവിടെ ഇരിക്കുക 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, ചിലപ്പം കാര്യം സാധിക്കാതെ പോലും ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോ നമ്മൾ ഇതിനെന്താ ചെയ്യണ്ടേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പഴയ കാലത്ത് നമ്മളെ ഉപ്പ, അച്ഛൻ, നമ്മളെ ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ കാലങ്ങളിൽ നമുക്ക് ഈ യൂറോപ്യൻ പോയിട്ട് ഇന്ത്യൻ ക്ലോസറ്റ് പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ പറമ്പിലൊക്കെ ആയിരുന്നു പോലും പോവാറ്. ഒന്ന് ചിന്തിക്കുക, നമുക്ക് ആ ഒരു പോസ്ചറിൽ ഇരുന്നിട്ട് ആണെങ്കിൽ നമ്മൾ ഈ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അവിടെ ഇരിക്കൂല. അപ്പം ഞാൻ യൂറോപ്യൻ ക്ലോസറ്റിനെ കുറ്റം പറയല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്ക് ഈ എന്റർടൈൻമെന്റ് ഇല്ലേ, ഈ ഫോൺ നോക്കുന്ന പരിപാടി, അത് മാറ്റി വെക്കാം. ഇതിപ്പോ ഞാൻ പറയുന്നത് ജെന്റ്സിനെയോ ലേഡീസിനെയോ ഉദ്ദേശിച്ച് മാത്രമല്ല, എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഇപ്പൊ ഫോൺ ഇല്ലാണ്ട് പോവില്ല. അത് നമുക്കൊരു അഡിക്ഷൻ-ആയി മാറിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതെനിക്ക് അഡിക്റ്റഡ് ആണ് എന്നുള്ളത്, ഇതൊരു അഡിക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഇതെനിക്ക് ഇല്ലാതെ പോവാൻ പറ്റുമെന്ന്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ വേർഡൊന്ന് ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ല, അവിടെ അതേ പറ്റൂ ഉപയോഗിക്കാൻ. അതായത് മുട്ടുമ്പം പോവാം. ഓക്കെ, നമുക്ക് ഇത് വരുന്നുണ്ട് തോന്നുമല്ല. ആ സമയം പോയിട്ട് ഇരിക്കുക, കാര്യം സാധിക്കുക, പോരാ. ഇത് ലൈഫിൽ ഒരു ഭാഗമാക്കിയിരിക്കുക ഓരോരുത്തർ. കാര്യം ചില ആളുകളൊക്കെ 1 മണിക്കൂർ പോയി 1, 2, 3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് 1 മണിക്കൂർ എന്തെങ്കിലും തിരക്ക് കാരണം 1 മണിക്കൂർ ആണെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടാ. ഇവർക്ക് ഈ ബാക്കിയുള്ള 2 മണിക്കൂറും കൂടെ എങ്ങനെയെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പൊ പിന്നെയും ഇത് പോവാണ്. പിന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. യോഗയിലൊരു പോസ് ഇല്ലേ, മലാസന എന്ന് പറഞ്ഞിട്ട്, മലാസന, അതാ പറയുന്നേ. യോഗ, എക്സസൈസ് ഇങ്ങനെ ഉള്ളതൊക്കെ ചെയ്യുമ്പോൾ നല്ലതാ. നമ്മള് നല്ല ഫൈബർ റിച്ച് ഫുഡ് കഴിക്കൂല, എക്സസൈസ് ചെയ്യൂല, യോഗ ചെയ്യൂല. പിന്നെ ഇതിന് പിന്നില് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. തമാശയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കാര്യം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോ കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്. നിങ്ങൾ പോവാ, ഞാനൊരു വീഡിയോ ഇടുവേ, അതൊന്ന് കാണണം കേട്ടോ. താങ്ക് യു.